സൂര്യോദയവും സൂര്യാസ്തമയവും എന്നും നമുക്ക് കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ്. കന്യാകുമാരി മുനമ്പിലെ ഉദയവും അസ്തമയവും കാണാൻ അവസരം കിട്ടുമ്പോഴെല്ലാം പോകുന്നവരാണ് നമ്മളിൽ പലരും. അതുപോലെ തന്നെ സായാഹ്നങ്ങളിൽ കടപ്പുറത്ത് സൂര്യാസ്തമയം കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ? ആ അസ്തമയം കാണാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഗുഹാർ മോത്തി ഗ്രാമത്തിലേക്ക് പോന്നോളൂ. രാജ്യത്ത് ഏറ്റവും അവസാനം സൂര്യാസ്തമയം നടക്കുന്ന സ്ഥലമാണിത്. രാത്രി 7:40 ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത്. ഇവിടുത്തെ സൂര്യാസ്തമയത്തിന് പ്രത്യേക ഭംഗിയുണ്ട്. ഓറഞ്ചും പിങ്കും ചേർന്ന നിറത്തിൽ ആകാശം കാണപ്പെടുന്ന സമയം കൂടിയാണിത്. പ്രദേശത്തെ തടാകങ്ങളിലും പുഴകളിലും ഇതിന്റെ പ്രതിഫലനം അനുഭവപ്പെടുന്നതോടുകൂടി കൂടുതൽ സുന്ദരമായ കാഴ്ചകളാണ് ഗ്രാമത്തിൽ നിറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൂര്യോദയം നടക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഡോങ്കിലാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഭ്രമണം ചെയ്യുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ഗുഹാർ മോത്തി സൂര്യാസ്തമയ കാഴ്ചകൾക്ക് മാത്രമല്ല പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. പക്ഷി നിരീക്ഷകരുടെ പറുദീസ കൂടിയാണ് ഈ പ്രദേശം. ഫ്ലെമിംഗോ ഉൾപ്പെടെ നിരവധി പക്ഷികൾ ഈ പ്രദേശത്തെ ആകർഷണീയങ്ങളാണ്. നീണ്ട കഴുത്തും ചുവപ്പു കലർന്ന തൂവലുകളുമുള്ള പക്ഷികളാണ് ഫ്ലെമിംഗോകൾ. കൂടാതെ അരയന്നങ്ങളും പെലിക്കനുകളും ഉൾപ്പെടെ ധാരാളം പക്ഷികളാണ് പക്ഷി നിരീക്ഷകരെ ഓരോ ശൈത്യകാലത്തും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഗുഹാർ മോത്തിയിൽ നാരായൺ സരോവർ എന്നൊരു തടാകമുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ഭാഗവതത്തിൽ പരാമർശിക്കുന്ന 5 തടാകങ്ങളിൽ ഉൾപ്പെട്ട തടാകമാണിത്. തടാകത്തിനടുത്ത് ഒരു വന്യജീവി സങ്കേതമുണ്ട്. നിരവധി പക്ഷിമൃഗാദികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ വന്യജീവി സങ്കേതം. 2011 സെൻസസ് പ്രകാരം 773.37 ഹെക്ടർ വിസ്തൃതിയുള്ള ഗ്രാമമാണ് ഗുഹാർ മോത്തി. ആകെ 195 ആളുകൾ മാത്രമാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. 100 പുരുഷന്മാരും 95 സ്ത്രീകളും. 51.28% ഗുഹാർ മോത്തിയിലെ സാക്ഷരതാ നിരക്ക്. അതിൽ പുരുഷ സാക്ഷരത 61%, സ്ത്രീ സാക്ഷരത 41.05%. ഗ്രാമത്തിൽ 42ഓളം വീടുകളുണ്ട്. ഗുഹാർ മോത്തി ഗ്രാമത്തിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള ഭുജ് ആണ് ഇവർ സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി ആശ്രയിക്കുന്ന ഏറ്റവും അടുത്തുള്ള പട്ടണം. 370601 ആണ് ഇവിടുത്തെ പിൻകോഡ്.